ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെ കാൽക്കുലേഷൻ, മാർക്കറ്റ് വാല്യൂ വരുമ്പോൾ റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, അതാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെ കാൽക്കുലേഷൻ ബുക്ക് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ട് റീറ്റെയിൻഡ് ഏണിങ്സ് കാൽക്കുലേഷൻ നോക്കുകയും അതിലൂടെ നമ്മളെങ്ങനെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കമ്പ്യൂട്ടേഷനോട് എത്തുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ WACC നമുക്കറിയാം, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഓരോ കോമ്പോണൻസ്, ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഓരോ കോമ്പോണൻസിനെയും പ്രൊപ്പോർഷൻ എടുത്തിട്ട് അതിൻ്റെ പെർട്ടിക്കുലർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദി ഓർഗനൈസേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതേ സെയിം പ്രൊസീജിയർ നമ്മൾ ഇന്ന് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കാൽക്കുലേഷൻ കൂടി ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. The following is the capital structure of A Limited. Source: equity capital 2 lakh shares of 10 rupees each, amount 20 lakhs, cost of capital 11%. Preference share capital 50,000 shares of 10 rupees each, amount 5 lakhs, cost of capital 8%. Retained earnings amount 10 lakhs, cost of capital 11%. 9% debentures 1,000 each, amount 15 lakhs, cost of capital 4.5%. Presently, the debentures are being traded at 94%, preference shares at par and the equity shares at 13 rupees per share. Find out WACC based on book value weight and market value weight. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് കാൽക്കുലേഷൻ വരുന്നത് ബുക്ക് വാല്യൂ വെയിറ്റ് ബേസ് ചെയ്തിട്ടും WACC കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടും WACC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുള്ള പോലെ ബുക്ക് വാല്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് WACC കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊപ്പോർഷൻ, നമുക്കറിയാം നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്, അതിൻ്റെ പ്രൊപ്പോർഷൻ ഓരോ കോമ്പോണൻറ്റ് എത്രയാണ് പ്രൊപ്പോർഷൻ വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം തന്നെ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ വരുന്നത് ഓർഗനൈസേഷൻ്റെ 50 lakhs ആണ്. അതായത് 20 lakhs ഇക്വിറ്റി ക്യാപിറ്റൽ, 5 lakhs പ്രിഫറൻസ് ക്യാപിറ്റൽ, 10 lakhs റീറ്റെയിൻഡ് ഏർണിങ്സ്, ഡിബെഞ്ചേഴ്സ് 15 lakhs. അപ്പോൾ ഇതിൻ്റെ ടോട്ടലാണ് 50 lakhs വരുന്നത്, ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ഓഫ് ദി ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ട് ഓരോ കോമ്പോണൻറ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ഓരോ കോമ്പോണൻറ്റിൻ്റെയും പ്രൊപ്പോർഷൻ എത്രയാണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇക്വിറ്റി ഷെയറിന് വരുന്ന 20 lakhs ആണ്, ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ 50 lakhs. 20 lakhs ഡിവൈഡഡ് ബൈ 50 lakhs 0.4 ആണ് പ്രൊപ്പോർഷൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ. അതല്ലെങ്കിൽ 40% ആണ് ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ഷെയറിന് വരുന്ന ഷെയർ വാല്യൂ. നെക്സ്റ്റ് ആണ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയറിൻ്റെ എമൗണ്ട് വരുന്നത് 5 lakhs ആണ്. therefore 5 lakhs ഡിവൈഡഡ് ബൈ 50 lakhs 0.1 ആണ് പ്രൊപ്പോർഷൻ വരുന്നത്. അതല്ലെങ്കിൽ 10% ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഷെയർ വാല്യൂ ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് നമുക്ക് 9% ഡിബെഞ്ചേഴ്സ് വരുന്നു. 15 lakhs ആണ് ഡിബെഞ്ചേഴ്സിൻ്റെ വാല്യൂ വരുന്നത്. 15 lakhs ഡിവൈഡഡ് ബൈ 50 lakhs 0.3. റീറ്റെയിൻഡ് ഏർണിങ്സ് 10 lakhs ഡിവൈഡഡ് ബൈ 50 lakhs 0.2. ഇപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സിന് പ്രൊപ്പോർഷൻ ഔട്ട് ഓഫ് 1 നമ്മൾ നോക്കുമ്പോൾ പ്രൊപ്പോർഷൻ വരുന്നത് 0.2, ഡിബെഞ്ചേഴ്സിന് 0.3, ഇക്വിറ്റി ക്യാപിറ്റലിന് 0.4 ആൻഡ് പ്രിഫറൻസ് ക്യാപിറ്റൽ ആണെങ്കിൽ 0.1. നമുക്കിപ്പോൾ പ്രൊപ്പോർഷൻ കിട്ടി കഴിഞ്ഞു. അതായത് നമുക്ക് നമ്മുടെ വെയിറ്റ് കിട്ടി. കോസ്റ്റ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റൽ 11%, പ്രിഫറൻസ് ക്യാപിറ്റൽ 8%, റീറ്റെയിൻഡ് ഏർണിങ്സ് 11%, 9% ഡിബെഞ്ചേഴ്സ് 4.5% എന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതല്ലെങ്കിൽ WACC കാൽക്കുലേഷനിൽ WACC ഈക്വൽസ് സിഗ്മ WC, പ്രപ്പോർഷനും കോസ്റ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ കോമ്പോണൻറ്റെയും പ്രപ്പോർഷനും കോസ്റ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ടോട്ടലപ്പ് ചെയ്യുന്നതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. പ്രിഫറൻസ് ക്യാപിറ്റലിന് വരുന്ന എമൗണ്ട് വരുന്നത് 5 lakhs ആണ്. പ്രപ്പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 0.1 ആണ് പ്രപ്പോർഷൻ വരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിൽ എഴുതാം. ഈ കാൽക്കുലേറ്റ് ചെയ്ത പ്രപ്പോർഷൻ നമുക്ക് വേണമെങ്കിൽ പെർസെൻറ്റേജിൽ എഴുതാം. 0.1 എന്നുള്ളത് 10%, 0.4 എന്നുള്ളത് 40%, ഇൻറ്റു 100 മാത്രം ചെയ്താൽ മതി. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രപ്പോർഷനിൽ എഴുതാം, ഡെസിമൽ പോയിൻറ്റ്സിൽ എഴുതാം. അതല്ലെങ്കിൽ
വി കൻ ഓൾസോ റൈറ്റ് ഇറ്റ് ഇൻ പെർസെൻറ്റേജ്. നമ്മുടെ കംഫർട്ടബിൾ ഏതാണോ അത് ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ വെയിറ്റ് നമ്മൾ നോക്കി 0.1, 0.4, 0.2, 0.3 കോസ്റ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെ വരുന്നതാണെങ്കിൽ ബുക്ക് വാല്യൂ 5 lakhs, പ്രപ്പോർഷൻ വെയിറ്റ് വരുന്നത് 0.1, കോസ്റ്റ് വരുന്നത് 8%. 0.1 into 8 വെയ്റ്റഡ് കോസ്റ്റ് വരുന്നത് പ്രിഫറൻസ് ക്യാപിറ്റലിനാണെങ്കിൽ 0.8 ആണ് വെയ്റ്റഡ് കോസ്റ്റ് വരുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ 0.4 ആണ് പ്രപ്പോർഷൻ, 11% ആണ് കോസ്റ്റ്. W ഇൻറ്റു C 4.4 അതാണ് വെയ്റ്റഡ് കോസ്റ്റ് വരുന്നത്. റീറ്റെയിൻഡ് ഏർണിങ്സ് 0.2 പ്രപ്പോർഷൻ, 11% ആണ് കോസ്റ്റ് വരുന്നത്. 0.2 ഇൻറ്റു 11 2.2. 9% ഡിബെഞ്ചേഴ്സ് 0.3 ആണ് പ്രപ്പോർഷൻ വരുന്നത്. 4.5 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. 0.3 ഇൻറ്റു 4.5 1.35. therefore സിഗ്മ WC അതായത് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത എല്ലാം വെയ്റ്റഡ് കോസ്റ്റിനും ടോട്ടൽ ചെയ്യുക, WACC നമുക്ക് കിട്ടുന്നത് 8.75% ആണ്. പിന്നെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് വെയ്റ്റഡ് കോസ്റ്റ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രപ്പോർഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെസിമൽ പോയിൻറ്റ്സ് അപ് ടു 2 പ്ലേസസ് എടുത്താൽ മതി. 0.89 അല്ലെങ്കിൽ 0.83 അങ്ങനെ അപ് ടു 2 പ്ലേസസ് എടുത്താൽ മതി. ചിലപ്പോൾ അത് 4 to 5 പ്ലേസസ് വരെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ് ടു 2 പ്ലേസസ് മാത്രം ഡെസിമൽ പോയിൻറ്റ്സിൽ എടുത്താൽ മതി. അതേപോലെ കഴിവതും വേണമെങ്കിൽ നമുക്ക് വേണ്ടി റൗണ്ട് ഓഫ് ചെയ്താലും കുഴപ്പമില്ല. നിയറസ്റ്റ് നമ്പറിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ 0.88 ആണ് വരുന്നത്, അത് നമുക്ക് വേണമെങ്കിൽ 0.89 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാം, അതിൽ കുഴപ്പമില്ല. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് ബുക്ക് വാല്യൂ വെയ്റ്റ് നമുക്ക് 8.75% കിട്ടി. അപ്പോൾ പാർട്ട് എ കഴിഞ്ഞു. ഇനി പാർട്ട് ബിയിൽ പറഞ്ഞത് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് യൂസ് ചെയ്തിട്ട് WACC കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രസൻ്റ്ലി ദ ഡിബെഞ്ചേഴ്സ് ആർ ബീങ് ട്രേഡഡ് അറ്റ് 94%, പ്രിഫറൻസ് ഷെയർ അറ്റ് പാർ ആൻഡ് ഇക്വിറ്റി ഷെയർ അറ്റ് ₹13 per share. നമ്മുടെ ബുക്ക് വാല്യൂ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ₹10 ആണ് ഒരു ഷെയറിന് വരുന്നതും, പ്രിഫറൻസ് ഷെയറിന് ₹10 ഒരു ഷെയറിനും, ഡിബെഞ്ചേഴ്സിന് 1000 ഈച്ച് ആണ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിൽ ഡിബെഞ്ചേഴ്സ് 94%, പ്രിഫറൻസ് ഷെയർ അറ്റ് പാർ ആൻഡ് ഇക്വിറ്റി ഷെയർ അറ്റ് ₹13 per share. മാർക്കറ്റ് വാല്യൂവിൽ ചെറിയ ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് വാല്യൂവിൽ ഓരോ കമ്പോണൻറ്റെയും ടോട്ടൽ എമൗണ്ട് എത്രയാണ് നമുക്ക് നോക്കാം. പ്രിഫറൻസ് ഷെയർ വരെ നമുക്ക് ടോട്ടൽ 50,000 ഷെയറാണ് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷനുള്ളത്. മാർക്കറ്റ് വാല്യൂ പ്രിഫറൻസ് ഷെയർ അറ്റ് പാർ തന്നെയാണ്. therefore 50,000 ഇൻറ്റു 10 തന്നെ ചെയ്താൽ മതി. 5 lakhs തന്നെയാണ് നമ്മുടെ പ്രിഫറൻസ് ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. ഇനി അടുത്ത ഡിബെഞ്ചേഴ്സ് ആണ്. ഡിബെഞ്ചേഴ്സ് വരുന്നത് 15 lakhs ആണ് ബുക്ക് വാല്യൂവിൽ വരുന്നത്. പ്രസൻ്റ്ലി ദ ഡിബെഞ്ചേഴ്സ് ആർ ബീങ് ട്രേഡഡ് അറ്റ് 94%. 94% ഉള്ളൂ, അതായത് നമ്മുടെ വാല്യൂ കുറഞ്ഞു ഡിബെഞ്ചേഴ്സിൻ്റെ. therefore 15 lakhs ഇൻറ്റു 94% മാത്രം ചെയ്താൽ മതി. 14,10,000 ആണ് ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. അതാണ് മാർക്കറ്റ് വാല്യൂവിലും നമ്മുടെ ബുക്ക് വാല്യൂവിലും നമുക്ക് വ്യത്യാസങ്ങൾ വരാം, ഫ്ലക്ച്വേഷൻസ് വരാം എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, പ്രസൻ്റ്ലി ദ ഡിബെഞ്ചേഴ്സ് ആർ ബീങ് ട്രേഡഡ് അറ്റ് 94%. 6% മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു വന്നിരിക്കുന്ന ഡിബെഞ്ചേഴ്സിന്. therefore what we have done is 15 lakhs ഇൻറ്റു 94%. ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ മാത്രം നമുക്ക് മാർക്കറ്റ് വാല്യൂസ് എടുത്താൽ മതി. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ അറ്റ് പാർ തന്നെയാണ്, ₹10 പെർ ഷെയർ, 5 lakhs നമുക്ക് കിട്ടി. ഡിബെഞ്ചേഴ്സ് വരുമ്പോൾ 15 lakhs ആണ്. 94% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15 lakhs ഇൻ 94% ഈസ് 14,10,000. നെക്സ്റ്റ് ആണ് നമുക്ക് ഇക്വിറ്റി ഷെയറും അതേപോലെ റീറ്റെയിൻഡ് ഏർണിങ്സിന് കാൽക്കുലേഷൻ വരുന്നത്. നമുക്കറിയാം റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ഓർഗനൈസേഷന് ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഓർഗനൈസേഷൻ്റെ ഓൺ യൂസിന് വേണ്ടി വരുന്ന എമൗണ്ടാണ്, പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ റീറ്റെയിൻഡ് ഏർണിങ്സ് ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ള ക്യാപിറ്റലാണ്. ഇത് ഒരിക്കലും നമ്മൾ മാർക്കറ്റിലോട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്വിറ്റി ഷെയർ പോലെ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് പോലെ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ പോലെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് കാരണം ഈ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ വാല്യൂസിന് വ്യത്യാസം വരാനുള്ളതല്ല തിയറിറ്റിക്കലി. പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ള റീറ്റെയിൻഡ് ഏർണിങ്സ് ഇഫ് നമ്മളത് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു മണി വാല്യൂ വരും, അതിനൊരു മാർക്കറ്റ് വാല്യൂ വരും. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ WACC വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുക്കുന്നത് ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇക്വിറ്റി ഷെയറിൻ്റെ കമ്പാരിസൺ മാർക്കറ്റ് വാല്യൂ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിന് എത്ര മാർക്കറ്റ് വാല്യൂ വരുന്നു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാകും. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ ഇക്വിറ്റി ഷെയർസ് അറ്റ് ₹13 പെർ ഷെയർ. ബുക്ക് വാല്യൂവിലാണെങ്കിൽ 2 ലക്ഷം ഷെയറാണ് ഇക്വിറ്റി ഷെയർസ് ഉള്ളത്. അത് 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. അങ്ങനെ നമുക്ക് 20 lakhs ടോട്ടൽ എമൗണ്ട് കിട്ടിയത്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ വരുന്നത് 2 ലക്ഷം ഷെയർ ഉണ്ട്. അതിലൊരു ഷെയറിന് വരുന്ന മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 13 രൂപയാണ്. Therefore, the total market value of equity share 2 lakh shares into 13 26 lakhs ആണ് ഇക്വിറ്റി ഷെയറിൻ്റെ എമൗണ്ട് മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ വരുന്നത്. ഈ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്നാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിന് എത്രയാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ബുക്ക് വാല്യൂവിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനും അതേപോലെ റീറ്റെയിൻഡ് ഏർണിങ്സിനും എത്രയാണ് പ്രപ്പോർഷൻ വരുന്നത്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോ എത്രയാണ് നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ക്യാപിറ്റലിന് 20 lakhs റുപ്പീസും റീറ്റെയിൻഡ് ഏർണിങ്സ് 10 lakhs റുപ്പീസാണ് വരുന്നത്. ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതേപോലെ റീറ്റെയിൻഡ് ഏർണിങ്സിലും പ്രപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 20 lakhs ഈസ് ടു 10 lakhs, അതായത് 2:1 പ്രപ്പോർഷനിലാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സും ബുക്ക് വാല്യൂവിൽ നമ്മുടെ ഓർഗനൈസേഷനുള്ളത്. അപ്പോൾ ഈ 2:1 ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂവിൽ ഇക്വിറ്റി ഷെയറിന് എത്രയാണ് വരുന്നതും ഷെയർ എത്രയാണ് വരുന്നത്, അതേപോലെ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഷെയർ എത്രയാണ് വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ബുക്ക് വാല്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയറിൻ്റെയും ആദ്യം തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും ഷെയർ അല്ലെങ്കിൽ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 20 lakhs ഈസ് ടു 10 lakhs, ദാറ്റ് ഈസ് 2:1. ദ റേഷ്യോ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഈസ് 2:1 ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ബുക്ക് വാല്യൂ ബേസ് ചെയ്തിട്ട് ഇക്വിറ്റി ക്യാപിറ്റൽ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ പ്രപ്പോർഷൻ എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, റേഷ്യോ എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 2:1 പ്രപ്പോർഷനിലാണ് ഈ രണ്ടും നമ്മുടെ ഓർഗനൈസേഷനിലെ ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ളത്. നെക്സ്റ്റ് റീറ്റെയിൻഡ് ഏർണിങ്സ് മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് അതെന്നാണ് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ പ്രപ്പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 2 lakh into 13 rupees 26 lakhs നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 lakhs into 13 that is 26 lakhs the total market value of equity share. ഈ 26 lakhs ഇക്വിറ്റി ഷെയറിനും അതേപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സിനും 2:1 പ്രപ്പോർഷൻ ബുക്ക് വാല്യൂവിൻ്റെ പ്രപ്പോർഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് റീറ്റെയിൻഡ് ഏർണിങ്സ് ആൻഡ് ഇക്വിറ്റി ഷെയറിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു 26 lakhs rupees. ദാറ്റ് ഈസ് 2:1 റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രപ്പോർഷൻ പറയുന്നത്. Therefore, the total market value of equity capital is 26 lakhs into 2/3. ഇക്വിറ്റി ഷെയറിൻ്റെ പ്രപ്പോർഷൻ എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 17,33,333. അതേപോലെ തന്നെ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് 26 lakhs into 1/3, ദാറ്റ് ഈസ് 8,66,667. അപ്പോൾ നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എത്രയാണ് വരുന്നത്, അതിനെ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെയും അതേപോലെ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും ബുക്ക് വാല്യൂ എമൗണ്ട് വെച്ചിട്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നു. ആ റേഷ്യോ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസിന് റീറ്റെയിൻഡ് ഏർണിങ്സിനും ഇക്വിറ്റി ഷെയറിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പ്രിഫറൻസ് ഷെയറിൻ്റെ 5 lakhs rupees, ഡിബെഞ്ചേഴ്സിന് 14,10,000, റീറ്റെയിൻഡ് ഏർണിങ്സിന് 8,66,667, ഇക്വിറ്റി ക്യാപിറ്റലിന് 17,33,333. അപ്പോൾ മാർക്കറ്റ് വാല്യൂ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഷെയർ ക്യാപിറ്റൽ സ്ട്രക്ചറിന് പ്രകാരം മാർക്കറ്റ് വാല്യൂ പ്രകാരം ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ഓഫ് ദി ഓർഗനൈസേഷൻ ദ മാർക്കറ്റ് ഈസ് 45,10,000 rupees. അതായത് 17,33,333 പ്ലസ് 8,66,667 പ്ലസ് 5 lakhs പ്ലസ് 14,10,000 rupees. ഇതിന് സമ്മപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 45,10,000 rupees എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷൻ്റെ ബുക്ക് വാല്യൂ പ്രകാരം ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 50 lakhs ആണ്. പക്ഷേ മാർക്കറ്റ് വാല്യൂവിൽ വന്നപ്പോൾ ഓർഗനൈസേഷൻ്റെ ഡിബെഞ്ചേഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞു, 94% കുറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ഇൻ ദ മാർക്കറ്റ് ഈസ് 45,10,000 rupees. നമ്മൾ അതേപോലെ തന്നെ ഓരോ കോമ്പോണൻറ്റിൻ്റെയും മാർക്കറ്റ് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി എളുപ്പമായി നമുക്കിനി ഓരോ കോമ്പോണൻസിൻ്റെയും പ്രപ്പോർഷൻ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ പ്രകാരം പ്രപ്പോർഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ
17,33,333 divided by 45,10,000 0.38 അല്ലെങ്കിൽ 38%. റീറ്റെയിൻ ഏർണിങ്സ് ആണെങ്കിൽ 8,66,667 divided by 45,10,000 0.19 അതല്ലെങ്കിൽ 19%. പ്രിഫറൻസ് ഷെയർ 5 lakhs divided by 45,10,000 0.11 അല്ലെങ്കിൽ 11%. നമ്മളിതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെസിമൽ പോയിൻറ്റ്സ് അപ് ടു എ മാക്സിമം ഓഫ് 2 ഡെസിമൽ പോയിൻറ്റ്സ് മാത്രം എടുത്താൽ മതി. 0.11 അത് മാത്രം എടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാം. ഹോൾ ഫിഗറിനെ റൗണ്ട് ഓഫ് ചെയ്യാനല്ല, അപ് ടു നിയറസ്റ്റ് പോയിന്റിലോട്ട് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാം. അതായത് 0.88 കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് 0.89 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് അപ് ടു മാക്സിമം ഓഫ് 2 പോയിന്റ് ഡെസിമൽസ് എടുത്താൽ മതി. അതേപോലെ നമുക്ക് ഫിഗേഴ്സ് കിട്ടുന്ന പ്രപ്പോർഷൻ നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഓഫും ചെയ്യാം. 9% ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ 14,10,000 നമ്മുടെ ഡിബെഞ്ചേഴ്സിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ 94%, 15 lakhsന് 94% ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് 14,10,000 ആണ് നമുക്ക് ലഭിച്ചത്. ആ 14,10,000 ഡിവൈഡ് ബൈ 45,10,000 ദാറ്റ് ഈസ് 0.31 അല്ലെങ്കിൽ 31%. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ കമ്പോണൻറ്റെയും ബുക്ക് വാല്യൂ എത്രയാണെന്നും ഓരോ കമ്പോണൻറ്റെയും മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ബുക്ക് വാല്യൂസ് ചിലപ്പോൾ അധികം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. മാർക്കറ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫിഗർ വരുന്നത്. മാർക്കറ്റ് വാല്യൂ നമുക്കറിയാം, ഓർഗനൈസേഷൻ്റെ മാർക്കറ്റ് വാല്യൂസ് എന്തായാലും കമ്പോണൻസിന് മാർക്കറ്റിൽ എമൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ കൂടി എമൗണ്ടിൽ വ്യത്യാസം വരാം. അപ്പോൾ നമുക്കിതേ നോക്കാം. ഇനി നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് പ്രപ്പോർഷൻ കിട്ടിയിട്ടുണ്ട്, W കിട്ടിയിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൾറെഡി നമ്മുടെ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി നമുക്ക് വെയ്റ്റഡ് കോസ്റ്റ് കിട്ടുകയും അതിൽ നിന്ന് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കുകയും ചെയ്യും. പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂ 5 lakhs, 0.11 ആണ് പ്രപ്പോർഷൻ വരുന്നത്. കോസ്റ്റ് 8%, വെയ്റ്റഡ് കോസ്റ്റ് W ഇൻറ്റു C 0.88 ആണ് വരുന്നത്. ഞാൻ റൗണ്ട് ഓഫ് ചെയ്തു 0.89. ഇക്വിറ്റി ക്യാപിറ്റൽ 17,33,333. വെയ്റ്റ് വരുന്ന അല്ലെങ്കിൽ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 0.38, കോസ്റ്റ് 11%, വെയ്റ്റഡ് കോസ്റ്റ് 0.38 ഇൻറ്റു 11 ദാറ്റ് ഈസ് 4.2. ഇത് റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4.18 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് 4.2 ആണ് കാണിക്കുന്നത്. റീറ്റെയിൻഡ് ഏർണിങ്സ് 8,66,667. വെയ്റ്റ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 0.19 അല്ലെങ്കിൽ 19% ആയിട്ട് നമുക്ക് എഴുതാം. കോസ്റ്റ് എന്ന് പറയുന്നത് 11 ആണ്. 0.19 ഇൻറ്റു 11 ദാറ്റ് ഈസ് 2.1. 9% ഡിബെഞ്ചേഴ്സ് 14,10,000. വെയ്റ്റ് എന്ന് പറയുന്നത് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 0.31. കോസ്റ്റ് എന്ന് പറയുന്നത് 4.5. വെയ്റ്റഡ് കോസ്റ്റ് 0.31 ഇൻറ്റു 4.5 ദാറ്റ് ഈസ് 1.4. അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യന്. ഇതിൻ്റെ WACC കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിൻ്റെ ടോട്ടൽ ചെയ്യാൻ നമുക്ക് 8.59% നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ ബുക്ക് വാല്യൂ വെയ്റ്റ് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്ര കാര്യമേ ഉള്ളൂ. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബുക്ക് വാല്യൂസ് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് WACC കാൽക്കുലേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. മാർക്കറ്റ് വാല്യൂ തരുമ്പോൾ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന ഫാക്ടർ എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതുകൊണ്ട് ബുക്ക് വാല്യൂവിൽ തന്ന അതേ എമൗണ്ട് തന്നെയായിരിക്കില്ല മാർക്കറ്റ് വാല്യൂവിന് വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിട്ട് വായിക്കുക. എത്ര പെർസെൻറ്റേജ് ഡൗൺ ആയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിട്ടുണ്ട് നമ്മൾ വായിക്കുക ക്ലിയർ ആയിട്ട്. അത് ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കാൽക്കുലേഷനാണ്. ഇക്വിറ്റി ഷെയറിൻ്റെ പ്രപ്പോർഷൻ ബേസ് ചെയ്തിട്ടാണ് ഇക്വിറ്റി ഷെയറും അതേപോലെ റീറ്റെയിൻഡ് ഏർണിങ്സിനും ബുക്ക് വാല്യൂവിൻ്റെ പ്രപ്പോർഷൻ ബേസ് ചെയ്തിട്ടാണ് റീറ്റെയിൻഡ് ഏർണിങ്സിന് മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എന്നാണ് റീറ്റെയിൻ ഏർണിങ്സിൻ്റെയും മാർക്കറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് ദ ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇതാണ് നമുക്ക് WACC യൂസിങ് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A 5-year ₹100 debenture of a firm can be sold for a net price of 96.5. The coupon rate of interest is 14% per annum and the debenture will be redeemed at 5% premium on maturity. The firm tax rate is 40%.
കമ്പ്യൂട്ട് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതിൻ്റെ കാൽക്കുലേഷനാണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്തായാലും ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തായാലും ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് ഇൻക്ലൂഡിങ്ങും എക്സ്ക്ലൂഡിങ് ടാക്സ് നമുക്ക് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. Therefore, ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ റിഡീമബിൾ അറ്റ് പ്രീമിയം, നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അതല്ലെങ്കിൽ KD അതിൻ്റെ ഫോർമുല നമുക്കറിയാം. I × 1 - T പ്ലസ് RV - NP ഡിവൈഡഡ് ബൈ N ദ ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ഡിവൈഡഡ് ബൈ 2. ഇതിൽ I എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ആണ്, T എന്ന് പറയുന്ന ടാക്സ് ആണ്, RV എന്ന് പറയുന്നത് റിഡീമബിൾ വാല്യൂ, NP എന്ന് പറയുന്ന നെറ്റ് പ്രൊസീഡ്സ്, N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ്. ഇത്രയാണ് നമുക്ക് വരുന്ന ഫാക്ടേഴ്സ്. ഇതെല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ ആണെങ്കിൽ നമുക്ക് അതിൽ ടാക്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാം. I പ്ലസ് RV - NP ഡിവൈഡഡ് ബൈ N ദ ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ഡിവൈഡഡ് ബൈ 2. I എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ദ കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 14% പെർ ആനം. ഇൻട്രസ്റ്റ് നമുക്ക് ലഭിച്ചു 14 rupees. ദെൻ RV - NP, ഇതിൽ നമ്മൾ RV റിഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയുടെ ഡിബെഞ്ചറാണ്. ഇറ്റ് വിൽ ബി റിഡീംഡ് അറ്റ് 5% പ്രീമിയം ഓൺ മെച്യൂരിറ്റി. 5 year ₹100 ഡിബെഞ്ചർ ഓഫ് എ ഫേം, ഇറ്റ് വിൽ ബി റിഡീംഡ് അറ്റ് 5% പ്രീമിയം ഓൺ മെച്യൂരിറ്റി. അപ്പോൾ നമ്മൾ റിഡീം ചെയ്യുമ്പോൾ അത് 5% പ്രീമിയം എമൗണ്ട് കൂടി ആഡ് ഓൺ ചെയ്തിട്ടുള്ള വാല്യൂകളാണ് മെച്യൂരിറ്റി വരുന്നത്. അപ്പോൾ 100 രൂപയുടെ കൂടെ 100 രൂപയുടെ 5% കൂടി, അതായത് 100 × 105 ചെയ്താൽ മാത്രം മതി. 105 rupees നമുക്ക് ലഭിക്കുന്നത്. അതിനൊപ്പം നമ്മൾ മെച്യൂരിറ്റി എമൗണ്ട് കൂടി ആഡ് ചെയ്തെന്ന് മാത്രം. 105 ആണ് എമൗണ്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ്ലി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 96.5 ആണ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഡിബെഞ്ചറിൻ്റെ. ഡിബെഞ്ചറിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 96.5 ആണ്. നെറ്റ് പ്രൊസീഡ്സ് കിട്ടി. പിന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്കറിയാം 5 year 100 rupees ഡിബെഞ്ചർ, 5 വർഷമാണ് ഈ ഡിബെഞ്ചറിൻ്റെ ലൈഫ് വരുന്നത്. Therefore, KD equals I plus RV minus NP divided by N the whole divided by RV plus NP divided by 2 എന്ന് പറയുന്നത് I 14 rupees ആണ് ഇൻട്രസ്റ്റ്, 105 redeemable value, 96.5 net proceeds divided by 5 number of years. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 15.58% ആണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമുക്ക് ലഭിക്കുക. ഇത് ബിഫോർ ടാക്സ് കോസ്റ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ട് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ. ഒന്നുമില്ല, ഇതേ ഫാക്ടേഴ്സ് തന്നെ, ഇതിനൊപ്പം ടാക്സും കൂടി ആഡ് ഓൺ ചെയ്താൽ മാത്രം മതി. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുമ്പോൾ, ഡിബെഞ്ചറിന് മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുമ്പോൾ അതിന് മുകളിൽ നമ്മൾ ടാക്സും കൂടി ആഡ് ഓൺ ചെയ്തിട്ട് ആ എമൗണ്ട് ഗവൺമെൻറ് പേ ചെയ്തിട്ടുള്ള റിമൈനിങ് ഇൻട്രസ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇൻട്രസ്റ്റ് ഇതിൻ്റെ ഫോർമുല വരുമ്പോൾ I × 1 - T, ടാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് ഇൻട്രസ്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. Therefore, I × 1 - T plus RV - NP divided by N the whole divided by RV plus NP divided by 2. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ്, ബിഫോർ ടാക്സിൽ നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെയാണ്. ഒരു വ്യത്യാസം, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചറിലാണെങ്കിൽ ടാക്സും കൂടി, ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ ടാക്സും കൂടി അടയ്ക്കുന്ന എമൗണ്ട് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ നമ്മൾ കാൽക്കുലേഷന് യൂസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് 14 തന്നെ. ടാക്സ് എന്ന് പറയുന്നത് ഫേം ടാക്സ് റേറ്റ് ഈസ് 40%, 1 - 0.4. 40 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് 0.4 ആണ്. Therefore, 14 × 1 - 0.4 പ്ലസ് ബാക്കിയുള്ള കാര്യം അതേ സെയിം തന്നെ. റിഡീമബിൾ വാല്യൂ 105 rupees, നെറ്റ് പ്രൊസീഡ്സ് 96.5, നമ്പർ ഓഫ് ഇയേഴ്സ് 5 years, ഇതേ സെയിം കാര്യം തന്നെയാണ്. Therefore, 14 × 1 - 0.4 പ്ലസ് 105 minus 96.5 divided by 5 the whole divided by 105 plus 96.5 divided by 2. അപ്പോൾ 14 × 0.6 എന്ന് പറയുന്നത് 8.4 ആണ്. 105 minus 96.5 8.5. 8.5 divided by 5 എന്ന് പറയുന്നത് 1.7 ആണ്. ആൻഡ് ഓൾസോ 105 plus 96.5 the whole divided by 2 എന്ന് പറയുന്നത് 100.75. അപ്പോൾ നമുക്ക് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് 10.025% ആണ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആഫ്റ്റർ ടാക്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ഇതിനൊപ്പം ബിഫോർ ടാക്സ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് മാത്രം.
നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ തന്നെ നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ അതിനെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്ത് അതിലൊന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു ഓൾ.